ആശമാരുടെ വേതനം കൂട്ടുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നഡ്ഡ രാജ്യസഭയിൽ. കേരളത്തിന് കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർത്തതാണെന്നും നഡ്ഡ പറഞ്ഞു. और आप बड़े तजुर्बेकार हैं क्योंकि आपने मुख्यमंत्री के रूप में भी काम किया है, सारी चीज़ों को आप जानते हैं। हमारा प्रयास ये है कि जैसे एनएचएम में डॉक्टर्स की कमी है तो हमने कहा यू कोट वी पे, यानी डॉक्टर्स को आप तनख्वाह करने के उनकी तनख्वाह डॉक्टर कोट कर फ्लेक्सी पूल के तहत हम लोगों को जोड़ रहे हैं। नर्सिंग स्टाफ के लिए भी हम लोगों ने इसी तरीके से किया है। मैन पावर का रिक्रूटमेंट तो स्टेट का विषय है, वो स्टेट करेगी। हमने एक काम और हम जिस ओर हम आगे बढ़ रहे हैं कि हम स्टेट की कैपेसिटी बिल्डिंग भी बढ़ाएं, क्योंकि बहुत सी चीज़ें ऐसी होती हैं कि हम फाइनेंशियली उनको दे देते हैं लेकिन जो एजेंसीज वो आगे इम्प्लीमेंट करते हैं, जैसे उन्होंने कहा कि प्राइमरी हेल्थ सर्विस में प्राइमरी हेल्थ सेंटर या आयुष्मान आरोग्य मंदिर, इनको अब हम लोग नेशनल क्वालिटी एश्योरेंस स्टैंडर्ड्स पर हम काम कर रहे हैं, एनक्वास पर काम कर रहे हैं, इनकी क्वालिटी को सुधार करने का काम कर रहे हैं। और उसके करने के लिए जो कैपेसिटी बिल्डिंग में भी अगर आवश्यकता हो तो वो कैपेसिटी बिल्डिंग भी हम कर रहे हैं। बहुत जल्द स्टेट की परफॉर्मेंस भी इम्प्रूव करेंगे और उनकी हम मॉनिटरिंग भी कर रहे हैं। इतना मैं जरूर धन्यवाद। സജു തോമസ് വീറുകളുമായി ചേരുന്നു പാർലമെന്റിൽ നിന്ന്. സജു, എന്താണ് നഡ്ഡ പറഞ്ഞത്? കേരളത്തിന്റെ ആരോപണങ്ങളെ പാടെ തള്ളുകയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നഡ്ഡ. കേരളത്തിന് കൃത്യമായി പണം നൽകിയിട്ടുണ്ട്, കേരളത്തിന് പണം നൽകാനില്ല അല്ലെങ്കിൽ നൽകിയിട്ടില്ല എന്നുള്ള ആരോപണങ്ങളെയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. ആശാമാർക്ക് ധനസഹായവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം യോഗം ചേർന്നെന്നും ആരോഗ്യമന്ത്രി ജെ.പി. നഡ്ഡ വ്യക്തമാക്കിയിരിക്കുകയാണ്. ആശാ വർക്കർമാരുടെ അധ്വാനത്തെയൊക്കെ അഭിനന്ദിക്കുകയാണ്. അവർ സമരം ചെയ്യുന്ന കാര്യങ്ങളടക്കം ഇന്നലെ പാർലമെന്റിൽ ഉയർത്തിയിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പി സന്തോഷ് കുമാർ എം.പിയുടെ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് ഇപ്പോൾ ജെ.പി. നഡ്ഡ മറുപടി നൽകിയിരിക്കുന്നത്. കേരളത്തിൽ നൽകിയ തുകയുടെ വിശദാംശങ്ങൾ ഇതുവരെയും കേന്ദ്രത്തിന് നൽകിയിട്ടില്ല. ഏകദേശം 800 കോടിയോളം രൂപ കേന്ദ്ര സർക്കാർ നൽകാനുണ്ട് എന്നുള്ള ഒരു ആക്ഷേപമാണ് കേരളം ഉന്നയിച്ചിരുന്നത്. ഈ ആക്ഷേപങ്ങളെ പാടെ തള്ളുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. ആരോഗ്യമന്ത്രി ജെ.പി. നഡ്ഡ തന്നെയാണ് ഇപ്പോൾ പാർലമെന്റിൽ രാജ്യസഭയിൽ ഈ കാര്യം ഉന്നയിച്ചിരിക്കുന്നത്. കേന്ദ്രം നൽകാനുള്ള കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് പി സന്തോഷ് കുമാർ എം.പിയുടെ ചോദ്യത്തിനാണ് ഇപ്പോൾ അദ്ദേഹം മറുപടി നൽകിയിരിക്കുന്നത്. അങ്ങനെ ഒരു കുടിശ്ശിക കേന്ദ്രം നൽകാനില്ലെന്നും കേന്ദ്രം നൽകിയ തുക അത് ഏത് രീതിയിൽ ചെലവഴിച്ചു എന്നുള്ളതിന്റെ കൃത്യമായ വിവരം നൽകിയിട്ടില്ല എന്നുമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, അതായത് ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഇവരുടെ വേതനം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു യോഗം ചേരുന്നു. അതുകൊണ്ട് തന്നെ ആശമാരുടെ വേതനം കൂട്ടാനുള്ള നടപടിയുമായി കേന്ദ്ര സർക്കാർ മുൻപോട്ട് പോവുകയാണ്. അവരുടെ അധ്വാനത്തെയൊക്കെ മാനിക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്ര സർക്കാർ. അതുകൊണ്ട് തന്നെ അവരുടെ അധ്വാനം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു സർക്കാരാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങളൊക്കെയും അപ്പാടെ നിരസിക്കുന്ന രീതി, അതായത് സംസ്ഥാന സർക്കാരിന്റെ ആക്ഷേപങ്ങളെ അപ്പാടെ തള്ളുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നഡ്ഡയുടെ വാദഗതി ഇപ്പോൾ രാജ്യസഭയിൽ ഉയർന്നിരിക്കുന്നത്. അങ്ങനെ ഒരു തുക സംസ്ഥാനത്തിന് നൽകാനില്ല എന്നുള്ളത് അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. കേരളത്തിന്റെ ആരോപണങ്ങളെ തള്ളിയിരിക്കുകയാണ്. കൃത്യമായി തുക നൽകിയിട്ടുണ്ട്. ആ തുക ചിലവഴിച്ചതിന്റെ കണക്ക് വിവരങ്ങൾ ഇതുവരെയും കേരളം കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നതോടൊപ്പം തന്നെയാണ് ഈ ആശമാരുടെ വേതനം കൂട്ടുന്ന കാര്യത്തിലടക്കം ഉടൻ തീരുമാനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അജിംസ്. ശരി സജു.